ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി നോക്കുന്ന വനിതകൾക്ക് വേണ്ടിയാണ്. വേറൊന്നിനെ കുറിച്ചല്ല ഇന്ന് പറയാൻ പോകുന്നത്, ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചാണ്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ നാട്ടിലൊരു വലിയ സംഭവമല്ലായിരിക്കാം, പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയെന്ന് വെച്ചാൽ അത് നമ്മുടെ കരിയറിനും കൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാ ഏരിയകളിലും ഉണ്ട്. ഇപ്പോൾ ഗ്രാമ മേഖലയിൽ പോലും നമ്മുടെ നാട്ടിൽ കിട്ടും. പക്ഷേ അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങൾ അങ്ങനെയല്ല. കൂടുതൽ ആൾക്കാരും കാറുകളാണ് ഉപയോഗിക്കാറുള്ളത്, സ്വകാര്യ വാഹനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ നിലവിലൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടുത്തേലും ഒരു 2 ഇരട്ടിയോളം ശമ്പളത്തിൽ വേറൊരു കമ്പനിയിൽ ഓഫർ വന്നു. അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെയാണ് ലൈസൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 4000 ദിർഹംസ് ഇപ്പോൾ ഉണ്ട്, പുതിയ കമ്പനി 8000 ദിർഹംസാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്തത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള നിങ്ങളുടെ ലൈസൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ കരിയറിന് വലിയ രീതിയിൽ പിന്നോട്ട് അടിക്കുന്ന കാര്യം കൂടെയാണ്. അതുകൊണ്ട് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വിചാരിക്കും 1 കൊല്ലം കഴിയട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഇവിടെ വന്ന് 5 കൊല്ലം കഴിഞ്ഞ് എടുത്താൽ, അപ്പോൾ ഞാനേതായാലും അവൻ 5 കൊല്ലം എടുത്ത് അത്രയും ടൈം എടുക്കത്തില്ല, എനിക്ക് 2 കൊല്ലം കൊണ്ട് ഒപ്പിച്ചോളാന്ന രീതിയിൽ പറയും. പക്ഷേ നമ്മൾ അത്രയും മടി വിചാരിക്കും തോറും അത് നീണ്ടു പോവുകയുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല, നിൽക്കുന്ന നിപ്പിലാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മടി വിചാരിക്കില്ല അക്കാര്യത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വിസയിൽ നിൽക്കുന്ന ഒരുപാട്, ഫാമിലി വിസയിൽ നിൽക്കുന്ന ഒരുപാട് വനിതകളുണ്ട്. അവരും മാക്സിമം എന്ത് ചെയ്യുക, ഫ്രീ ടൈമിൽ ഇതേപോലെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുക. കാരണം അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമുക്ക് നാളെ എല്ലാം കാര്യങ്ങളും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഒന്ന് വളർന്ന് ലെവലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജോലിക്ക് നോക്കണമെങ്കിൽ ഇപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല പല കമ്പനികൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ അവർ പുതിയ കമ്പനികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതിയ വണ്ടി വാങ്ങി ഡ്രൈവറെ വെച്ച് ഒക്കെ വെക്കുമ്പോൾ കമ്പനികൾക്ക് ഭയങ്കര ചിലവാണ്. അപ്പോൾ കമ്പനി ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നിലവിലൊരു വണ്ടിയുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു 1000 ദിർഹംസ് പെട്രോളിന് കൊടുക്കും, അല്ലെങ്കിൽ 1000-1500 ദിർഹം മാസം പെട്രോളിന് കൊടുക്കും. പിന്നെ ഒരു 1000-1500 ദിർഹംസ് വണ്ടിയുടെ വാടക കൊടുക്കും. പിന്നെ മെയിൻ്റനൻസും 500 ദിർഹംസ് അല്ലെങ്കിൽ 1000 ദിർഹംസ് കൊടുക്കും. അങ്ങനെ 10,000-3000 മേളിൽ ഈ വണ്ടി ലൈസൻസ് ഉള്ളതുകൊണ്ട്, വണ്ടി ഉള്ളതുകൊണ്ട് മാത്രം എക്സ്ട്രാ സാലറിയുടെ കൂടെ എക്സ്ട്രാ കിട്ടുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അതേ സമയം നിങ്ങൾക്ക് അവിടെ ലൈസൻസ് ഇല്ലെങ്കിൽ ആ അത്രയും വലിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ലൈസൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ചിലർ പറയും എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ല, ഭയങ്കര പാടാൻ എനിക്കറിയത്തില്ല, ഇടിച്ചാലോ. പക്ഷേ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാട് പോലെയല്ല, ഗതാഗത നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. നല്ല സൗകര്യമുള്ള റോഡുകളുണ്ട്. നമ്മുടെ രീതിയിൽ പോയാൽ ഒരു വിഷയവും വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി പോയി ഗോൾഡൻ ചാൻസിലും പോയി നമുക്ക് ലൈസൻസ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അറിവിൽ ഒരുപാട് സ്ത്രീകൾ ഇനി പോയി ഫസ്റ്റ് ചാൻസ് തന്നെ പോയി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് അല്ലേനിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വിവരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.